നമുക്കിപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നു, സന്തോഷ്, കാഞ്ഞങ്ങാട് നിന്നും സന്തോഷാണ് ചേരുന്നത്. ശ്രീ സന്തോഷ്, പറഞ്ഞോളൂ താങ്കളുടെ സംശയം. സർ, ITR സംബന്ധിച്ച് എന്താ വിശദീകരണം? ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിന് ഒരു കേട്ടില്ല, ചോദ്യം വ്യക്തമായില്ല, ഒന്നുകൂടെ. ഇൻകം ടാക്സ് റിട്ടേണിന് സബ്മിഷൻ നടത്തുന്നില്ലേ, അതിലെന്താ ഇളവുണ്ടാവല്ലേ? എല്ലാവരും ചെയ്യേണ്ടി വരുമോ? തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഈ ടാക്സ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ വന്നിരിക്കുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 ലക്ഷം എന്നുള്ളത് നമ്മുടെ 4 ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിനിമം ഇൻകം 4 ലക്ഷത്തിന് മേളിലേക്കാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇപ്പോഴും 4 lakhs ആണ്. 12 ലക്ഷം വരെ ഉള്ളവർ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. 12 ലക്ഷം വരെ ഉള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട എന്നല്ല അതിന്റെ മീനിങ്. 12 ലക്ഷം വരെ ഉള്ള ആൾക്കാർക്ക് 4 ലക്ഷത്തിന് മേളിലാണ് ഇൻകം എങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. അവർക്ക് ഈ പറയുന്ന ടോട്ടൽ അതൊരു സ്ലാബ് റേറ്റ് ആണ് അതിനകത്ത് വരുന്നത്. 4 ലക്ഷം വരെ ടാക്സ് ഇല്ല, 4 തൊട്ട് 8 വരെ 5%, 8 തൊട്ട് 12 വരെ 10%, 12 തൊട്ട് 16 വരെ 15%. അങ്ങനെ ഓരോ 4 ലക്ഷം കൂടുമ്പോഴും 5% ടാക്സ് വർധനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആ സ്ലാബ് റേറ്റിൽ നമുക്ക് ടാക്സ് ആപ്ലിക്കബിൾ ആണ്. ഇനി 12 ലക്ഷത്തിന് താഴെ ഉള്ളവർക്ക് നമുക്ക് ടാക്സിന് റിബേറ്റ് ആണ് ലഭിക്കുന്നത്. ടാക്സ് ഫ്രീ ഇൻകം ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ടാക്സിന് റിബേറ്റ് ആണ് ലഭിക്കുന്നത്. ഈ 12 ലക്ഷത്തിന് മേളിൽ പോകുവാണെങ്കിൽ 4 ലക്ഷം തൊട്ടുള്ള ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു സംശയം, അതായത് 4 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർ ഇൻകം ടാക്സ് ഫയൽ പോലും ചെയ്യേണ്ടതില്ല, അങ്ങനെ ഒരു വ്യക്തത കൊടുക്കാം. തീർച്ചയായിട്ടും, അതെ അതെ അതെ, അങ്ങനെയാണ് ശ്രീ മനോജ്. സന്തോഷ്, അതൊരു ഉത്തരം അങ്ങനെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജയചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയചന്ദ്രൻ, സംസാരിച്ചോളൂ. ശരി, ജയചന്ദ്രനെ ഫോൺ കട്ടായിപ്പോയി. അടുത്ത പ്രേക്ഷകന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അജിസാം, നമ്മൾ സംസാരിച്ചു വന്നത് ആൾക്കാർക്ക് ഉണ്ടാവുന്ന പലതരത്തിലുള്ള സംശയങ്ങൾ. ഒന്ന്, ഇൻകം ടാക്സ് നേരത്തെ പറഞ്ഞതുപോലെ ഫയൽ ചെയ്യാതിരിക്കാൻ ആരെയൊക്കെ ഒഴിവാക്കപ്പെട്ടു എന്നതാണ്. അത് വ്യക്തതയാണ്. 1 ലക്ഷം കൂടി ആ പരിധി ഉയർത്തി, അതാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത, അല്ലേ? അതെ അതെ അതെ, യെസ്, അതാണ് സംഭവിച്ച കാര്യം. ഒരു കാര്യം കൂടി, നമുക്ക് അടുത്ത പ്രേക്ഷകന് കാത്തിരിക്കുമ്പോൾ ഒരു സംശയം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ്. ഈ ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന തീരുമാനമുണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഏതു തരത്തിലുള്ള ഒരു പ്രകടനം ഉണ്ടാകും നമുക്ക് എങ്ങനെ കരുതണം? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. അതായത് FDI കൂട്ടുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വലിയ മേജർ പ്ലേയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. അപ്പം നമുക്ക് നിലവിലുള്ള ഇൻഷുറൻസിന്റെ ചാർജസ് ഒക്കെ ചിലപ്പോൾ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് ആവട്ടെ, കൂടുതൽ പുറത്തുള്ള ആൾക്കാരും ഇന്ത്യയിലേക്ക് മാർക്കറ്റിലേക്ക് വരട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഞാൻ അതിനെ കാണുന്നത്. ഞാൻ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. താങ്കളുടെ പേരെന്താണ്? പേര് ക്ലിയർ ആയില്ല. ബിൻസ് ജോർജ് അരിപ്പറമ്പിൽ. ഏതാ സ്ഥലം, എവിടെയാണ്? സ്വാഗതം ബിൻസ്. എന്തായാലും എന്താണ് സംശയം, പ്രകടിപ്പിച്ചോളൂ. സാറേ, നമ്മൾ ഈ നമ്മുടെ ബഡ്ജറ്റ് ഇപ്പൊ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ നിർമ്മല സീതാരാമൻ നമ്മുടെ മിനിസ്റ്ററെ അതെ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റ് സാറേ കൊടുക്കുന്നത്? നമുക്ക് ഇപ്പൊ പാലക്കാട് അവിടെ IIT കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിന് വില കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ടബിളായിട്ടുള്ള കേസുകൾ കേന്ദ്ര സർക്കാർ കൊടുക്കും. നിങ്ങൾ ആരോട് കാശ് മേടിച്ചിട്ടാ സാറേ ഈ വാർത്തകൾ കൊടുക്കുന്നത്? നമ്മൾ ആരുടെ നിന്ന് പണം വാങ്ങിയല്ല, നമ്മൾ വസ്തുതയാണ് കൊടുക്കുന്നത് എന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ്, അതിന്റെ വിശദ വിവരങ്ങൾ എന്താ നമുക്ക് നമ്മുടെ കേരളത്തിന് ഉപകാരപ്പെടുത്തി എന്ത് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളതെന്ന് സാറെന്ന് പറയാമോ, ഒന്ന് വിശദീകരിക്കാമോ? അതായത് കേരളത്തിന് പൂർണ്ണമായ അവഗണനയാണ് ഉണ്ടായത്, അതാണ് താങ്കൾ. യെസ്, മറ്റെന്തെങ്കിലും ഈ ബജറ്റുമായ സംശയങ്ങൾ എന്തെങ്കിലും താങ്കൾക്കുണ്ടോ? താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു പ്രേക്ഷകരുമായും മറ്റുള്ളവരുമായും. ഒപ്പം മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? 12 ലക്ഷം രൂപ വരെ നികുതിയില്ല, ആദായ നികുതി 12 ലക്ഷം രൂപ വരെ ഇളവെന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇമാരെയൊക്കെ വിളിച്ചിരുന്നു, അവനെ അയാളുടെ പേരിനെ യെസ്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ നന്ദി താങ്കൾ വിളിച്ചതിന്. ജയചന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്നും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ, പങ്കുവെച്ചോളൂ താങ്കളുടെ സംശയം. ഹലോ ജയചന്ദ്രൻ, പങ്കുവെച്ചോളൂ. സാറേ, എനിക്കൊരു ഡൗട്ടേ. ഇപ്പൊ ഇതിൽ എഴുതി കാണിക്കുന്നത് 0 മുതൽ 4 ലക്ഷം വരെ നമുക്ക് നികുതിയില്ല, അത് കഴിഞ്ഞിട്ട് 4 മുതൽ 8 വരെ 5% നികുതി ഉണ്ടെന്ന് കാണിക്കുന്നു. അതെന്താണ്? നല്ല വാല്യുബിൾ ആയ ഒരു സംശയമാണ്. തീർച്ചയായും അജിസാം നമുക്ക് മറുപടി നൽകാം.
തീർച്ചയായിട്ടും സാർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ടാക്സ് ബേസിക് എക്സംഷൻ ലിമിറ്റും അതുപോലെ തന്നെ പഴയ സിസ്റ്റം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 4 തൊട്ട് 8 വരെ 5% നികുതി, 8 തൊട്ട് 12 ലക്ഷം വരെ നമുക്ക് 10% നികുതി ടാക്സ് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ 12 ലക്ഷത്തിന് താഴെയുള്ള ആൾക്കാർ ഈ രീതിയിലുള്ള ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം സെക്ഷൻ 87A റിബേറ്റ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്. ആ റിബേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ ടാക്സ് വരുന്നത് അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. 12 ലക്ഷത്തിന് താഴെ ഇൻകം ഉള്ളവർക്ക് മാത്രം. അപ്പോൾ 12 ലക്ഷം വരെ നമുക്ക് നെറ്റ് എഫക്റ്റിൽ എന്താണ് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻകം കിട്ടാനായിട്ട് സാധിക്കും. സാലറിക്കാർക്കാണെങ്കിൽ ഒരു 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ 12,75,000 വരെയും നമുക്ക് നോക്കുവാണെങ്കിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട്, അതായത് 0 ടാക്സിൽ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ടാക്സ് ഒഴിവാക്കി എന്നല്ല, അത് 12 ലക്ഷം വരെ ഉള്ളവർക്ക് 0 ടാക്സ് എന്നല്ല അതിന്റെ മീനിങ്. ടാക്സ് ഉണ്ട് ഇപ്പോഴും. ആ ടാക്സ് നമുക്ക് 87A റിബേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട്, ആ ടാക്സ് ഫുള്ളായിട്ട് വേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇത് ടാക്സ് എപ്പോഴും ആ റേറ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. യെസ്, അതാണ് സംശയം ജയചന്ദ്രൻ, അതാണ് സംശയം. അതായത് 12 ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കേണ്ട, പക്ഷേ 12 മുകളിലുള്ളവർ അടയ്ക്കേണ്ടത് 0 മുതൽ 4 ലക്ഷം വരെയുള്ള തുകയ്ക്ക് നികുതി അടയ്ക്കേണ്ട, അതിനുശേഷമുള്ള തുകയ്ക്കാണ് നികുതി അടയ്ക്കേണ്ടത്. അതാണ് ആ രീതിയിൽ പറയുന്നത്. അടുത്ത പ്രേക്ഷകൻ സന്ദീപ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പമുണ്ട്. സന്ദീപ്, സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. അതായത് നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയിരിക്കുന്നതിന്റെ പലിശ വരുമല്ലോ, ആ പലിശയുടെ എങ്ങനെയാണ് പെർസെന്റേജ് നമ്മൾ നികുതി കൊടുക്കുന്നതിന്? ബാങ്കിലുള്ള പണത്തിന്റെ പലിശ അതെങ്ങനെയാണ് കണക്കൂട്ടുന്നതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, ആ പലിശ, അതെ, ആ പലിശക്ക് നികുതി ഉണ്ടല്ലോ, ആ നികുതി എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ. അജിസാം, അദ്ദേഹം പങ്കുവച്ച സംശയം എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാങ്കിൽ ഫിക്സഡ് ആയി നിക്ഷേപിച്ചിരിക്കുന്ന തുക ഏത് രീതിയിൽ ഈ ഇൻകം ടാക്സിന്റെ പരിധിയിൽ കണക്കുകൂട്ടപ്പെടും? നമ്മുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പലിശയും കൂടെ കൂട്ടിയിട്ട് സാലറി, ബിസിനസ്, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ്, അതായത് പലിശയും കൂടെ കൂട്ടിയുള്ള ഇൻകം ആണ് നമ്മൾ എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഈ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ 12 ലക്ഷം പരിധിയിൽ തീർച്ചയായിട്ടും ഈ പലിശയും ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്നും TDS പിടിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 10,000 രൂപയ്ക്ക് മേളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും TDS പിടിക്കും. അത് നിലവിൽ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. സീനിയർ സിറ്റിസണ് അത് 50,000-ൽ നിന്നും 1 ലക്ഷത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ടാക്സ് ബാങ്കിൽ പലിശ ഉണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് മേളിലാണെങ്കിൽ ഒരു TDS പിടിക്കും. പക്ഷേ നമ്മുടെ ഒരു വർഷത്തെ പലിശ വരുമാനം 12 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ 15G അല്ലെങ്കിൽ 15H ഫോം കൊടുത്ത് ആ TDS ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ 4 ലക്ഷത്തിന് മേളിലുണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേണും ഫയൽ ചെയ്യണം. യെസ്, അതാണ് പ്രേക്ഷകനുള്ള മറുപടി. അടുത്ത പ്രേക്ഷകൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ചേരുന്നത്. വിജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ശ്രീ വിജയകുമാർ, എന്താണ് താങ്കളുടെ സംശയം? പ്രകടിപ്പിക്കാം. ഞാൻ ആക്ച്വലി ബഡ്ജറ്റ് സ്പീച്ച് അവസാനമേ കേട്ടോളൂ. ഈ സീനിയർ സിറ്റിസൺസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഇൻകം ടാക്സിൽ ഈ പ്രാവശ്യം ഉണ്ട്, വന്നിട്ടുണ്ടെന്നോ? യെസ്, വളരെ നല്ല സംശയമാണ്. മറുപടി പറയാം അജിസ. ഞാൻ ഇപ്പൊ പറഞ്ഞു, അതായത് TDSന്റെ പരിധി 50,000-ൽ നിന്ന് 1 ലക്ഷമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ബാക്കി പഴയ ടാക്സ് സ്ലാബുകൾ അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സീനിയർ സിറ്റിസനും സെയിം സിസ്റ്റം തന്നെയാണ്. സൂപ്പർ സീനിയർ 80+ ഉള്ള ആൾക്കാർക്ക് 5 lakhs എന്നുള്ള ടാക്സ് പരിധി ആപ്ലിക്കബിൾ ആണ്. ബാക്കിയുള്ള സിസ്റ്റം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ 12 ലക്ഷത്തിന് താഴെയുള്ളവർക്കെല്ലാം ഈ പറഞ്ഞ ബെനിഫിറ്റ് കിട്ടും. സീനിയർ സിറ്റിസൻസിനാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാം ഈ ബെനിഫിറ്റ് കിട്ടും. യെസ്, അതാണ് മറുപടി. അടുത്ത പ്രേക്ഷക അമ്പിളിയാണ് മൂവാറ്റുപുഴയിൽ നിന്ന്. അമ്പിളി, സംസാരിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാനൊരു സന്നദ്ധ സംഘടനാ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത് ATG എക്സംഷൻ ഒക്കെ ഉള്ള ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങളേത്. അപ്പോ ഈ ആദായ നികുതി ഇളവുകൾ ഇങ്ങനെ കൂട്ടുമ്പോൾ ATG എക്സംഷനെ പോലെയുള്ള കാര്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം, 4 ലക്ഷം രൂപ വരെ നമ്മൾ ആദായ നികുതി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട എന്ന് നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അപ്പോ അതിന് താഴെ ഉള്ളവർക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? സംശയം നല്ലതാണ്. ഞാൻ എല്ലാ വർഷവും റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷെ 4 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയോ? അല്ല, അങ്ങനെ 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ട്. ബാങ്ക് ലോണൊക്കെ കിട്ടാൻ എളുപ്പമുണ്ടാകുമല്ലോ. ഡൊണേഷന് ഡിഡക്ഷൻ ഇല്ല. ഓൾഡ് സ്കീമിൽ ATG കൊടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് ആ സിസ്റ്റം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോഴും പ്രൊവിഷൻ ഉണ്ട്. ന്യൂ സ്കീമിലേക്ക് സ്വിച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ATG ഡൊണേഷൻസിന്റെ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റി ഈ പറഞ്ഞ പോലെ
സ്മോൾ ചാരിറ്റബിൾ സൊസൈറ്റീസിന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 5 വർഷത്തിനൊരിക്കൽ റിന്യൂ ചെയ്യണം എന്നുള്ളത് 10 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റീസ് നടത്തുന്നവർക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. പിന്നെ 4 ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അതൊരു ഇൻകം പ്രൂഫായിട്ട് എപ്പോഴും ഉപയോഗിക്കാം. ഒരു ബാങ്ക് ലോണിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇൻകം 0 ആണെങ്കിൽ പോലും നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും ലോസ് ആണെങ്കിലും ഫയൽ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഒരു പരിധിയില്ല, എത്ര രൂപയാണെങ്കിലും നമുക്ക് ഫയൽ ചെയ്യാം. യെസ്, വളരെ നല്ല കൃത്യമാണ് മറുപടി കിട്ടിയെന്ന് കരുതുന്നു അമ്പിളി. അബ്ദുൾ